ഇന്നെനിക്ക് പറയാനുള്ളൊരു വിഷയം എന്താണെന്നറിയോ? ശരിക്കും ആരാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ളൊരു ബന്ധു എന്ന് പറയുന്നത്? നമുക്ക് ഒരാവശ്യം വരുമ്പോൾ, ഒരത്യാവശ്യം വരുമ്പോൾ സഹായിക്കുന്നത്, സാമ്പത്തികം എന്നല്ല പറയുന്നത്, സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലെ മറ്റു തരത്തിലാണെങ്കിലും നമ്മളെ സഹായിക്കാൻ, അതായത് ഒന്നും ആലോചിക്കാതെ, രണ്ടാമതൊന്നും ആലോചിക്കാതെ സഹായിക്കാൻ മനസ്സെങ്കിലും ഉള്ള ഒരാൾ, അതായത് മനസ്സെങ്കിലും ഉള്ള ഒരാളെ സഹായിക്കാൻ വേണ്ടി ചിലപ്പോൾ പൈസ കൊണ്ട് പറ്റിയെന്ന് വരില്ല. പൈസ ഇല്ലാത്ത കേസാണെങ്കിൽ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേസാണ്. പറ്റാത്ത കേസാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ സഹായിക്കാനുള്ള മനസ്സെങ്കിലും നമ്മളോട് കാണിക്കുന്ന ഒരാളാണ് നമ്മുടെ യഥാർത്ഥ ബന്ധു എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾ, അതായത് ഒന്നും ചിന്തിക്കാതെ, ഒരു ലാഭമാണോ നഷ്ടമാണോ, അല്ലെങ്കിൽ ഭാവിയിൽ തിരിച്ചു കിട്ടുമോ അല്ലെങ്കിൽ കിട്ടൂലേ, അല്ലെ ആണാണോ പെണ്ണാണോ, ഇതൊന്നും ആലോചിക്കാതെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരാണ് സത്യത്തിൽ അത് നമ്മുടെ യഥാർത്ഥ ബന്ധു എന്ന് പറയുന്നത്. അവർ നമ്മുടെ രക്തബന്ധമാവണമെന്നില്ല, നമ്മുടെ സുഹൃത്തുക്കളാണെന്നില്ല, ചിലപ്പോൾ ഒരു ബന്ധവും ഇല്ലാത്ത ചില ആളുകളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എന്നും മനസ്സിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു ബന്ധം എന്ന് പറയുന്നത്. അവരോടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചിലപ്പോൾ ഫോൺ വിളിക്കലുണ്ടാവില്ല, ചിലപ്പോൾ കോണ്ടാക്റ്റ് ഉണ്ടാവില്ല, ചിലപ്പോൾ യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ അവശ്യ സമയത്ത് സഹായിക്കുന്ന ബന്ധം ഏതാണോ അതാണ് നമ്മുടെ ഏറ്റവും ജീവിതത്തിലെ യഥാർത്ഥ ബന്ധു. അവരെയാണ് നമ്മളെന്നും മനസ്സിൽ കൊണ്ടു നടക്കേണ്ടതും സ്നേഹിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും ഒക്കെ എന്ന് പറയുന്നത് അവരെയാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ ഒരു ഉദ്ദേശങ്ങളും ഇല്ലാണ്ട് സഹായിക്കുന്ന ആളുകൾ, അതൊക്കെ നമുക്ക് തിരിച്ചറിയാനൊക്കെ കഴിയും. നമ്മൾ ശരിക്കും അങ്ങനെ തിരിച്ചറിയാൻ കഴിയില്ല, അതൊക്കെ തിരിച്ചറിയാനൊക്കെ കഴിയും. പക്ഷേ ചില ആളുകൾ, ഇപ്പോൾ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്, എല്ലാ ബന്ധുക്കളും ഉണ്ട്, അവർക്ക് നമ്മളെ സഹായിക്കാൻ കഴിവുമുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മളെ സഹായിക്കുന്നില്ലെങ്കിൽ, ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ, പൈസ ഇല്ലാത്ത ഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യഘട്ടങ്ങളിൽ സഹായിക്കുന്നില്ലെങ്കിൽ പിന്നെ അവരെങ്ങനെയാണ് നമ്മുടെ ബന്ധുക്കളാവുന്നത്? ഒരിക്കലും നമ്മളെ ബന്ധുക്കളാവില്ല. കാരണം ചില ആളുകൾ ബന്ധുക്കളാണെങ്കിൽ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആളുകളുണ്ടല്ലോ, നമുക്ക് പൈസ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് നമ്മുടെ എങ്കിലില്ല, നമ്മളടുത്ത് അവർക്ക് പൈസ ഉണ്ടെങ്കിലും എന്ത് ചെയ്യില്ല, അവർ നമ്മളെ സഹായിക്കാൻ ഒരു തരത്തിലും നിൽക്കില്ല. പക്ഷെ നമുക്ക് നല്ല ജോലി കിട്ടി, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഉണ്ട് എന്ന് കാണുമ്പം മെല്ലെ പ്ലേറ്റ് മാറ്റുന്നവരുണ്ട്. വാക്കുകളും മാറും, പ്ലേറ്റും മാറും, എല്ലാം മൊത്തത്തിൽ മാറ്റുന്ന ആളുകളുണ്ട്. അതിൽ ബന്ധുക്കൾ തന്നെയുണ്ട്. അപ്പം അങ്ങനെയുള്ളതൊന്നും നമ്മൾ ബന്ധുക്കളായിട്ട് മനസ്സിൽ കണക്ക് കൂട്ടാനേ പാടില്ല. അതാണ് എൻ്റെ ഒരു പോളിസി.